ഹരേ കൃഷ്ണ. ഇന്നീ മാഘ പൗർണമിയിൽ ഞാൻ നിൽക്കുന്നത് തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ കാളിയൂട്ട് മഹോത്സവം നടക്കുന്ന ചിറയൻകീഴിലെ ശാർക്കര ദേവി ക്ഷേത്രത്തിലാണ്. കാളിയൂട്ടിന് മുന്നോടിയായി നടക്കുന്ന ശാർക്കര പൊങ്കാല 10,000-കണക്കിന് അടുപ്പുകളാണ് ഇവിടെ ഈ ഏക്കർ കണക്ക് സ്ഥലത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ചിറയൻകീഴ് നാടും നഗരവും ശാർക്കര ദേവിക്ക് പൊങ്കാലയിടുവാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് പൊങ്കാലയടുപ്പിൽ തീ കൊളുത്തും. വർഷത്തിൽ 3 ഉത്സവം നടക്കുന്ന തിരുവിതാംകൂറിലെ തന്നെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ മഹാത്രിപുര സുന്ദരിയായ പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയായ മഹാത്രിപുര സുന്ദരി കാളീഭാവത്തിൽ ബാലഭദ്രാരൂപത്തിലാണ് കുടികൊള്ളുന്നത്. അശ്വതി ഭരണി ഉത്സവവും പൊങ്കാല മഹോത്സവവും കാളിയൂട്ട് മഹോത്സവവുമാണ് ഇവിടുത്തെ പ്രത്യേക ഉത്സവങ്ങൾ. 1748 തിരുവിതാംകൂർ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ഇവിടെ കാളിയൂട്ട് നടത്തിയത്. കാളിയൂട്ട് ഒരു അനുഷ്ഠാന കലയാണ്. കാളിയൂട്ട് അഥവാ കാളി നാടകം എന്നും പറയാറുണ്ട്. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. കുംഭമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ശാർക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മഹോത്സവം തന്നെയാണ് കാളിയൂട്ട്. ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ച് ജനങ്ങളെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരുന്ന ദാരികനെ നിഗ്രഹിച്ച് ജനങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ പൊരുൾ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജാവുമായി യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ശാർക്കര ക്ഷേത്രത്തിൽ വെച്ച് നേർച്ചയായി നടത്താമെന്ന് ഏറ്റുപറഞ്ഞു തുടങ്ങിയതാണ് കാളിയൂട്ട്. അങ്ങനെ യുദ്ധം ജയിച്ച് കായംകുളം തിരുവിതാംകൂറിനോട് ചേർത്തതിന് ശേഷം വർഷാവർഷം നടത്തിവരുന്ന ഒരു ഉത്സവമാണ് കാളിയൂട്ട്. ആ കാളിയൂട്ട് മഹോത്സവം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ ശാർക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ശാർക്കര ദേവീ ക്ഷേത്രം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം, കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത്. അതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി അവിടെ വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. ഈ വഴിയമ്പലത്തിൽ അതിലെ കടന്നു പോകുന്ന വ്യാപാരികൾ വിശ്രമിക്കുക പതിവായിരുന്നു. ഒരിക്കൽ ശർക്കരയും കൊണ്ടുവന്ന വ്യാപാരികൾ അവിടെ വിശ്രമിച്ച് രാവിലെ പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ ഒരു ശർക്കര പാത്രം അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല. അവർ ആവുന്നതും നോക്കി, അപ്പോഴും ആ ശർക്കര പാത്രം അവിടുന്ന് അനങ്ങുന്നില്ലത്രേ. അപ്പോൾ കൃഷ്ണഭക്തനായ വില്വമംഗലത്ത് സ്വാമിയാർ അവിടെ വരികയും ആ ശർക്കരപാത്രത്തിനുള്ളിൽ ദേവീ ചൈതന്യം കാണുകയും ചെയ്തു. അങ്ങനെ ശർക്കര പാത്രത്തിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച ദേവീ ചൈതന്യമാണ് പിന്നീട് ശാർക്കര ദേവിയായിട്ട് മാറിയത്. ശാർക്കര എന്ന സ്ഥലത്ത് കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ശാർക്കര ദേവിയായി, ശാർക്കര അമ്മയായി ആ ദേശത്തിൻ്റെയും തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയായിട്ട് മാറി. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ. ഒരു അമ്മ എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത്, അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളെ കൈവിടാത്ത ശാർക്കരയമ്മ. ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവരും അമ്മയുടെ നാമം വിളിക്കുന്നു, അമ്മയുടെ ഉത്സവത്തിൽ പങ്കുചേരുന്നു, അമ്മയുടെ പൊങ്കാലയിൽ പങ്കുചേരുന്നു. എല്ലാവരുടെയും ആശ്രയമായി വാണരുളുന്ന ശാർക്കരയമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. ഇന്നീ പൗർണമി നാളിൽ എന്നെയും അവിടെ എത്തിച്ച ശാർക്കരയമ്മയുടെ പാദങ്ങളിൽ കോടി 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 നമസ്കാരം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പോകാത്തവർ ഒരിക്കലെങ്കിലും പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത്രയ്ക്കും ചൈതന്യമുള്ള, പ്രത്യക്ഷ സാന്നിധ്യമുള്ള അമ്മയാണ് ശാർക്കരയമ്മ. ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അമ്മേ നാരായണ, ദേവി നാരായണ,
ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ.